നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 600 കിലോമീറ്റർ അടുപ്പിച്ച് നമുക്ക് കടൽത്തീരമുണ്ട്. കേരളത്തിന്റെ 10 ജില്ലകൾ സ്വന്തമായി കടൽത്തീരമുള്ളതാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് 4 ജില്ലകൾക്ക് കടൽത്തീരം ഇല്ലെന്ന് പറയാം. അത് വയനാട്, പാലക്കാട്, കോട്ടയം, ഇടുക്കി എന്നിവ. പക്ഷേ ഇത്രയും വലിയ ഒരു കടൽത്തീരമുണ്ടായിട്ടും ഇത്രയും വലിയ എന്നുണ്ടായി എന്ന് നമുക്കറിയാത്ത ഈ കടൽ ഇങ്ങനെ നമ്മുടെ ഈ പടിഞ്ഞാറ് വശം കിടന്ന് ഇരമ്പി മറിഞ്ഞിട്ടുണ്ട്. ഒരു വിദേശ ഭാഷകളിലൊക്കെ ഉണ്ടായിട്ടുള്ള കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹിത്യ സൃഷ്ടികൾ, ചലച്ചിത്രങ്ങൾ, അങ്ങനെ പലതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ എഴുത്തിൽ നമ്മുടെ സംഭാവനകൾ വളരെ കുറവാണെന്ന് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഉള്ള ഒരു അന്വേഷണത്തിലുള്ള ഒരു എളിയ ശ്രമം കൂടിയാണ് ഈ സെഷൻ എന്നാണ് ഞങ്ങൾ രണ്ടുപേരും കരുതുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, എങ്ങനെയോ നമ്മുടെ ചില പാരമ്പര്യ വിശ്വാസങ്ങൾ ഈ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ഇൻഫീരിയർ ആക്കുന്നുണ്ട് എന്നാണ്. കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു മോശം എന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ കൂടെ കടത്തി പറഞ്ഞാൽ മ്ലേച്ഛം എന്നോ കരുതുന്ന ഒരു ജനാവലി നമ്മുടെ ഈ സമൂഹത്തിൽ ഇല്ലേ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ലോകത്തെവിടെയും വലിയ ധനികരും കലാകാരന്മാരും സിനിമാനന്മാരും നടികളും സംവിധായകരൊക്കെ താമസിക്കുന്നത് കടൽത്തീരത്തുള്ള വില്ലകളിലാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലുഹു ബീച്ചിൽ പോലും ഈ കാഴ്ച കാണാൻ പറ്റും, നരിമാൻ പോയിന്റിൽ ഈ കാഴ്ച കാണാൻ പറ്റും, ചർച്ച് ഗേറ്റിൽ ഈ കാഴ്ച കാണാൻ പറ്റും. എന്നാൽ കേരളത്തിൽ വരുമ്പോൾ അങ്ങനെ അല്ല, മറ്റെന്തോ ആണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലേക്ക് കടൽത്തീരങ്ങൾ നേരത്തെ ഇവിടുത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെയുള്ള ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്നില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. നമ്മുടെ ഈ ചർച്ചയിൽ തുടർന്ന് സംസാരിക്കുന്നത് ശ്രീ സോമൻ സാറാണ്. അപ്പോൾ സോമൻ സാറിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കൂടി അതിനൊക്കെ നമുക്ക് ഇതിലേക്ക് കൂടുതൽ കടക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ KS സെബാസ്റ്റ്യൻ, കർക്കിടകത്തിലെ കാക്കകൾ ഉൾപ്പെടെയുള്ള ഒരുപക്ഷെ എന്റെ വായനയെ അത്ഭുതപ്പെടുത്തിയ, വിസ്മയിപ്പിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരൻ, ഒരർത്ഥത്തിൽ കടലിന്റെ എഴുത്തുകാരൻ സെബാസ്റ്റ്യൻ സാറോട് അദ്ദേഹം സംസാരിച്ചു. 580 കിലോമീറ്റർ നീണ്ടിരിക്കുന്ന കടലോരം ഒക്കെ ഉണ്ടായിട്ടും കടലോരത്ത് മനുഷ്യവാസം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മലയാളിയുടെ ജീവിതത്തെ ഓരോ ദിവസവും നിർണയിക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസം എന്ന രീതിയിൽ കടൽ ഉണ്ടായിട്ടും ഒരാള് കാസർഗോഡ് കാലുവെച്ച് തിരുവനന്തപുരത്ത് തലവെച്ച് കിടന്നുറങ്ങിയാണ്ട് ഒരു പുറം മുഴുവനും അലയടിച്ചിട്ടും തിര തുളുമ്പാത്ത, കടൽ ഇരമ്പാത്ത, കടൽ പ്രക്ഷുബ്ധമാവാത്ത ഒരു സാഹിത്യമായി മലയാള സാഹിത്യം മാറി എന്നത് എത്രയോ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നുണ്ട്? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സെബാസ്റ്റ്യൻ സാർ ഇവിടെ പറഞ്ഞു. കടൽ എന്ന് പറയുന്ന സ്ഥലരാശി ഒരു അമാന്യമായ സ്ഥലം ആണ്, ഒരു സ്ഥലിയാണ് എന്നൊരു പക്ഷേ അബോധത്തിൽ മലയാളി കരുതുന്നുണ്ടോ? ഉണ്ട് എന്നാണ് എന്റെ അനുഭവം. ഞാൻ കടലോരത്തെ സ്കൂളിലെ UP സ്കൂളിൽ പഠിച്ചിട്ട് ഹൈസ്കൂളിൽ ഞാൻ മറ്റൊരു സ്കൂളിൽ പോയപ്പോ അവിടുത്തെ ടീച്ചേഴ്സ് എന്നോട് ചോദിച്ചത്, നീയൊക്കെ ഏത് കടപ്പുറത്തു നിന്നാണ് വരുന്നത്? ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് സവിശേഷമായിട്ട് നമ്മുടെ എന്താ പറയാ കുറവാക്കാൻ, നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു ചീത്ത പറയാനുള്ള ഒരു വാക്ക് പോലുമായി കടലോരത്ത് ജീവിക്കുന്ന ആളുകള് ഈ ഇടനാട്ടിൽ ജീവിക്കുന്ന ആളുകളെക്കാൾ എന്തോ ഒരു അമാന്യമായ ഒരു എന്താണ് കർത്തൃത്വമുള്ള ആളാണ് എന്നൊക്കെ ഒരുപക്ഷെ വ്യാഖ്യാനം ഉണ്ടാവും. ഒരു കാരണം അതാണ്. പക്ഷെ നമുക്ക് മലയാളിക്ക് എല്ലാ ദിവസവും മീൻ വേണം, എല്ലാ ദിവസവും കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കണം, കടലിന്റെ അപാരതയെ കുറിച്ചൊക്കെ നമുക്ക് പാട്ട് പാടണം, കടലിനെ കുറിച്ച് നമുക്ക് എന്താണ് പുകഴ്ത്തണം. പക്ഷേ കടലോരത്ത് ജീവിച്ച ജനതയ്ക്ക് ചരിത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരിക്കലും ഒരു കടലോരത്തെ ഒരു കടലിനെ കുറിച്ചുള്ള സെമിനാർ നടക്കാണ് കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് ജില്ലയുടെ ഇടയിലുള്ള സ്ഥലം. അപ്പൊ അവിടെ ഉദ്ഘാടനം ചെയ്ത പ്രമുഖനായ ചരിത്ര പണ്ഡിതൻ ഒരു ഉദ്ഘാടനമല്ല, ഒരു ഗംഭീരമായ പേപ്പറാണ് അവതരിപ്പിച്ചത്.
അപ്പൊ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കേണ്ടെന്ന് വെച്ച് നമുക്ക് അടുത്ത സെഷനിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ നിൽക്കുന്ന ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. സാറേ, ഈ കടലിന് നമുക്ക് ചരിത്രമുണ്ട്, പോർട്ടുഗീസുകാർക്ക് ചരിത്രമുണ്ട്, കുഞ്ചാലിമരക്കാർക്ക് ചരിത്രമുണ്ട്, നമുക്ക് സാമൂതിരിക്ക് ചരിത്രമുണ്ട്. പക്ഷെ കടലോരത്തെ ജനതയ്ക്ക് ചരിത്രമുണ്ടോ? അദ്ദേഹം അഗാധമായ മൗനമായിരുന്നു. കാരണം കടലോരത്തെ ജനതയ്ക്ക് ചരിത്രമില്ല, കാടോരത്തെ ജനതയ്ക്ക് ചരിത്രമില്ല, വയലോരത്തെ ജനതയ്ക്ക് ചരിത്രമില്ല. ചരിത്രമില്ലാതായി പോയ ചരിത്രമൊക്കെ അധികാരികളുടെ ചരിത്രമാണ്, ഭരണകൂടത്തിന്റെ ചരിത്രമാണ്. അതാണ് നമ്മുടെ ഒഫീഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷേ എത്രയോ സമ്പന്നമായ വൈവിധ്യപൂർണമായ നാടൻ പാട്ടുകള്, കഥകള്, അനുഭവങ്ങള്, കടൽ കാലാവസ്ഥകൾ, കടൽ സഞ്ചാരങ്ങൾ, അധിനിവേശങ്ങള്, കടലില്ലാതെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പോലും ആരംഭിക്കുന്നില്ല. ഞാൻ കാപ്പാടുന്ന വരുന്നത് സ്ഫോടനമൊക്കെ എന്താണ് കപ്പലിറങ്ങിയ കാലുകുത്തിയ സ്ഥലത്തു നിന്നാണ് വരുന്നത്. പക്ഷെ നമ്മുടെ സാഹിത്യം, ഇത് നമ്മുടെ ലിറ്ററേച്ചർ, നാടോടി സാഹിത്യമായിക്കോട്ടെ, നമ്മുടെ ശുദ്ധ സാഹിത്യമായിക്കോട്ടെ, കടലിനെ തൊടിയിക്കുന്നില്ല എന്നാണ്. കാരണം നമ്മുടെ സാഹിത്യം എന്താണ്? നമ്മുടെ സാഹിത്യം കാവും കുളവും കൊച്ചമ്മണിയും പട്ടാളത്തിൽ പോയി മരിച്ച ഗോവിന്ദേട്ടനും നമ്മുടെ ബാല്യങ്ങളൊന്നും എന്താണ്, ഒരു കാടിന്റെ ബാല്യം നമുക്കില്ല, ഒരു വയലറമ്പിലെ ആളുകളുടെ ബാല്യമില്ല, കടലോരത്തെ ബാല്യം തീരെയില്ല. പിന്നെ നമുക്ക് ചോദിക്കാം, കടലോരത്തിന് ആർക്കെങ്കിലും എഴുതിയാ പോരെ? പോരെന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാടിന് നമുക്ക് ഒരു പരിധി വരെ കിട്ടും, വയലോരത്തെ നമുക്ക് കിട്ടും. പക്ഷെ കടലിൽ എഴുതണമെങ്കിൽ ഒരുപക്ഷെ എന്താണ്, മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നിന്ന് ഒരു എഴുത്തുകാരൻ വേണം എന്ന് പറയാം. മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ എഴുത്തുകാരനും എഴുത്തുകാർക്കിടയിൽ ഒരു മത്സ്യത്തൊഴിലാളി വന്നാൽ മാത്രമാണ്. കാരണം അത്രമേലാണ് കടലിന്റെ വൈവിധ്യം. എത്ര തരം തിരയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമുദ്രശാസ്ത്രജ്ഞൻ പറയും ഒരു പക്ഷെ 3 തരം തിരയുണ്ട്, അല്ലെങ്കിൽ കുറച്ചേ ഉണ്ടാകാം. പക്ഷേ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന ഒരു മത്സ്യത്തൊഴിലാളി ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ആമ്പൽ എന്നുള്ള തിര മുതൽ ആമ്പൽ, മുകിൽ, കൊമ്പൻ, അഴിക്കൊമ്പൻ പറഞ്ഞു തീരാത്തത്രയും കടൽ അനുഭവങ്ങൾ അവര് നമ്മളോട് സംവദിക്കും. അത് തിരിച്ചറിഞ്ഞ് അതല്ലാത്ത ഒരാൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കടൽ സാഹിത്യം ഇല്ലേ? നമ്മൾ പറയാൻ പറ്റുന്ന നമ്പർ 1 ഒന്നാമത്തത് ചെമ്മീനാണ്. ചെമ്മീൻ കടൽ സാഹിത്യമല്ല, കടലോരത്ത് വെച്ച് ഒരു പ്രണയ കഥ പറഞ്ഞതാണ്. മാത്രമല്ല കടലിന്റെ അനുഭവ രാശി, അനുഭവജന്യമായ ആധികാരികതയോടെ എഴുതാത്തതുകൊണ്ട് അതിൽ 12 തെറ്റ് പഴയ കാലത്ത് വേലിക്കുട്ടി അറിയനെ പോലത്തെ ആളുകൾ ചെമ്മീനെതിരെ ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇക്കോളിയന്റെ ചുവന്നത് കടലുണ്ട്. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലേക്ക് വന്ന അധിനിവേശത്തെ കുറിച്ച്, പോർച്ചുഗീസുകാരെ കുറിച്ച്, അതിന്റെ സമര ബീജത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ കടൽ അനുഭവ രാശിയായിട്ട് വന്നില്ല. മലക്കാർ എന്ന് പറഞ്ഞ നോവലുണ്ട് സാറാത്തോമസിന്റെ, അതിൽ കടൽ അത്രത്തോളം വരുന്നില്ല. അംബികാസുന്ദരം മാങ്ങാടിന്റെ മലക്കാപ്പിലെ തെയ്യങ്ങൾ കടലുണ്ട്. പക്ഷെ പ്രശ്നം അവിടെ കടലല്ല, മറിച്ച് ടൂറിസ്റ്റ് അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് സാധാരണ മനുഷ്യരുടെ പോകുന്നതിലാണ്. അപ്പൊ ആഴക്കടലിനെ കുറിച്ചിട്ട് നമ്മുടെ കണ്ണാടിക്കടല്, സി വി ബാലകൃഷ്ണന്റെ കണ്ണാടിക്കടലുണ്ട്, സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശിലയിലെ ഒരു ഭാഗം കടലിനെ കുറിച്ച് വരുന്നുണ്ട്, എം മുന്നേറ്റത്തിന്റെ മയ്യഴിപ്പുഴ തീരങ്ങളില് വെള്ളിയാങ്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ നാട്ടിലെ ഒരു എഴുത്തുകാരനായ മുനീർ അഹമ്മദിന്റെ അച്ചബിയുടെ കഥ എന്ന് പറഞ്ഞ നോവലില്, പ്രസിദ്ധീകരിക്കാൻ പോകുന്ന നോവലിൽ കടല് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയായിട്ടും ലോകത്ത് കടൽ സംസ്കാരമുള്ള നാടുകളിലൊക്കെ ഗംഭീരമായ ഉജ്ജ്വലമായ നോവലുകൾ എഴുതപ്പെടുമ്പോൾ, ചെറുകഥകൾ എഴുതപ്പെടുമ്പോൾ, കവിതകൾ എഴുതപ്പെടുമ്പോൾ നമ്മൾ അത്തരത്തിൽ എന്താണ് കടലിനെ ആവിഷ്കരിക്കാൻ എന്തോ മടിയുള്ളത്. ഒരിക്കൽ കടലോരത്തെ ജനതക്കല്ല നഷ്ടം, കടലിനല്ല നഷ്ടം. മലയാള സാഹിത്യത്തിന്റെ ഭാവന ചക്രവാളത്തെ കരയിലുള്ള സാഹിത്യം മാത്രം എഴുതുന്ന സമയത്ത് എന്താണ്, ഇതുപോലെ വന്യമായ ഭാവനയുടെ ആകാശ സഞ്ചാരം സാധ്യമാക്കുന്ന കടലിൽ ഉപേക്ഷിക്കുന്നതോടുകൂടി നമ്മുടെ സാഹിത്യം പരിമിതപ്പെടുക എന്നുള്ള ഒരു പ്രശ്നം കൂടി അതിൽ ഉടലെടുക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഞങ്ങൾ ഇവിടെ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുമ്പോ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ KS സെബാസ്റ്റ്യനോട് ചോദിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോ കടലിനെ അറിയുന്ന, കടലിനെ മനസ്സിലാക്കുന്ന, കടലോരത്തെ മനുഷ്യന്മാരുടെ ലോകവീക്ഷണത്തെ അറിയുന്ന, അവരെ ഹൃദയത്തിൽ ആവാഹിച്ച സെബാസ്റ്റ്യൻ സാർ എന്ത് സംഭാവനയാണ് നിർവഹിച്ചത്? അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ വിചാരിക്കും. എനിക്ക് 22 വയസ്സ് പൂർത്തിയാവുന്നതിന്റെ തലേന്നാണ് ഞാൻ ആദ്യമായി ഒരു നോവൽ എഴുതുന്നത്. ആ നോവലിന്റെ പേര് രാജാക്കന്മാരുടെ. ആ നോവല് സമകാലിക മലയാളം പ്രസിദ്ധീകരിക്കുന്നത് 2003 2004 DC ബുക്സ് അത് പുസ്തകമാണ്. ആ നോവൽ എഴുതുമ്പോഴേക്കും ഞാൻ കവര് എന്ന് പറയുന്ന ഒരു വാക്ക്, പൂർണ്ണമായും കടലുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു. ഈ കവരെന്ന് പറയുന്ന വാക്ക് ഈ ഭൂമി മലയാളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുമോ എന്ന സംശയത്താൽ ഞാൻ അതിനെ ഒരു ഫുട്നോട്ട് എഴുതുകയാണ്. രാത്രിയിൽ കടലിൽ മത്സ്യങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഇളം ചുവപ്പ് നിറത്തിൽ ജലം തിളങ്ങാറുണ്ട് എന്ന് ഞാൻ പറയും.
ഈ കവര് കണ്ടാണ് മീൻ പിടിക്കാൻ പോകുന്നവർ മത്സ്യ സാന്നിധ്യം മനസ്സിലാക്കുന്നതും വലയടിക്കുന്നതും വല കോരുന്നതും. അന്ന് എനിക്ക് ഫുട് നോട്ട് ചെയ്യേണ്ടി വന്നു. കാരണം എന്താണ്, കവരെന്ന് പറയുന്ന വാക്ക് നമ്മൾ അതിനു മുമ്പ് മലയാള സാഹിത്യത്തിൽ ആരും ഉപയോഗിച്ചിട്ടില്ല. കുറെ നാൾ മുമ്പ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന പേരിൽ സിനിമ വന്നു. ആ സിനിമയിൽ ഈ കവരെന്ന് പറയുന്ന വാക്കുണ്ട്. ഈ ഫുട് നോട്ട് ഇടേണ്ട ആവശ്യം വരുന്നില്ല. നേരെ കുമ്പളങ്ങി കായലിലെ കവരി പൊങ്ങുന്നത് കാണിക്കുക, ആ നിറം അടക്കം കാണിച്ചു കൊടുക്കുന്നു. അതും കഴിഞ്ഞ് DC ബുക്സിലെ ഒരു സ്റ്റാഫ് കൂടിയായ കവി അരവിന്ദൻ KS മംഗലം ഒരു കവിത എഴുതി. ആ കവിതയുടെ പേര് കവരെന്നാണ്. ആ കവിതകളിൽ ഉൾപ്പെട്ട ഒരു പുസ്തകമാക്കിയപ്പോഴേക്കും ആ പുസ്തകത്തിന് അരവിന്ദൻ കൊടുത്ത പേരും കവരെന്നാണ്. ഇത് പറഞ്ഞാൽ 86 ഞാൻ എഴുതിയ നോവലിൽ ഞാൻ സംശയിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വാക്ക് ഇന്ന് ഒരു ഫുട് നോട്ടും ഇല്ലാതെ ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു സിനിമയിൽ വന്നു, കവിത എഴുതുന്നു, പുസ്തകത്തിന് പേരുന്നു. അപ്പോഴൊന്നും ആർക്കും ഈ സംശയമില്ലാതാണ്. ഇങ്ങനെ നമ്മൾ ഒരു മേഖലയെ ചെന്ന് ഈ ഇരുണ്ട ഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരാളെ പോലെ നമ്മൾ ചില ആൾക്കാർ റിസ്ക് എടുത്ത് അത് മനസ്സിലാക്കുവാനും അത് പ്രതിഫലിപ്പിക്കുവാനും അത് എഴുതുവാനും ശ്രമിക്കുമ്പോഴാണ് അത് അത്തരം വാക്കുകളും അത്തരം ഇക്കോളജിയും ആവാസ വ്യവസ്ഥയും എല്ലാം പൊതുസമൂഹത്തിന്റെ സ്വത്തായി മാറുകയും. ഇത് ഞാൻ പറഞ്ഞത്, നമ്മൾ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ വിചാരം നമ്മളൊക്കെ പറയുന്ന എല്ലാ വാക്കുകളും നമ്മുടെ നിഘണ്ടുവിലുണ്ട് എന്നാണ്, ശബ്ദറാവിലുള്ളതാണ്. വെറും തെറ്റാതെ തന്നെയാണ്. ഇവിടുത്തെ മീൻപിടുത്തക്കാരനോ കർഷക തൊഴിലാളിയോ ചെത്തുകാരനോ പാടത്ത് കൊയ്യാൻ പോകുന്ന പെണ്ണുങ്ങളോ എന്തിന് തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ പോലും പറയുന്ന എത്രയോ വാക്കുകൾ നിഘണ്ടുവിന് പുറത്താണ്. അപ്പൊ ഇത് നിഘണ്ടു എന്ന് പറയുന്നത് ഒന്നിന്റെ അവസാന വാക്കല്ല. എല്ലാ വാക്കുകളെയും നിഘണ്ടു ഡിഫൈൻ ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ എഴുത്തുകാർ അല്ലെങ്കിൽ ഈ മനുഷ്യൻ സംസാരിക്കുന്നതിലൂടെ എഴുത്തുകാരന്റെ വാക്ക് ഫ്രീ ആയിട്ട് ഇടുന്നതല്ല. അവൻ നിൽക്കുമ്പോഴേക്കും അവന് മുന്നേ ആ വാക്ക് സംസാരിക്കുന്ന മനുഷ്യർ അവന്റെ വീട്ടിലുണ്ട്, അവന്റെ നാട്ടിലുണ്ട്, ആ സമൂഹത്തിലുണ്ട്. ഇങ്ങനെ വാക്കിട്ടുന്നത്. അപ്പൊ ആ മനുഷ്യർ സംസാരിച്ച വാക്കുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കടൽ പോലുള്ള ഒരു മേഖലയെ കുറിച്ച് കഥ എഴുതാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത് തൽഭവം എന്ന് പറയും. നമ്മൾ പറയുന്ന അതേ സാധനം മറ്റുള്ളവർക്ക് മനസ്സിലാവാതെ വന്നാലോ എന്ന് അറിയുമ്പോഴേക്കും നമ്മൾ തൽഭവങ്ങൾക്ക് പകരം തൽസമങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു അവസ്ഥ വരും. തത്സമങ്ങളാണ് പലപ്പോഴും ഒരു കാര്യത്തിൽ ഇപ്പൊ ഇദ്ദേഹം മലബാറുകാരനാണ്. ചിലപ്പോൾ ഞാൻ പറയുന്ന അവരുടെ നാട്ടിൽ അങ്ങനെ വാക്കുണ്ടാവാൻ നിർബന്ധമില്ല. അവർ പറയുന്ന ആമ്പലം എന്ന് പറയുന്ന സാധനം നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. നമുക്ക് ആമ്പലം എന്ന് പറയുന്നത് ഒരു പൂവാണ്. അപ്പൊ ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് 10,000 വകഭേദങ്ങൾ വേറെയുണ്ട്. അപ്പൊ ഒരുപാട് ശ്രമകരമാണ് സംഭവം. പക്ഷേ നമുക്ക് എഴുതുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യരിലും നിക്ഷേപിക്കപ്പെട്ട ഒരു വിത്താണ്. ആ വിത്ത് പൊട്ടിമുളച്ചാൽ അതിൽ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടും എന്ന് നമ്മൾ നോക്കാറില്ല. ഇതുകൊണ്ട് നമ്മൾ വരുമാനമുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ എഴുതി തുടങ്ങുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ നമ്മൾ കാണുകയാണ്, എഴുതുകയാണ്. ഞാൻ ഇങ്ങനൊരു ചോദ്യം വരുമെന്ന് കരുതിയിട്ട് തന്നെ ഇന്നലെ ഞാനൊന്ന് ഓടിച്ചു നോക്കി. കാസർഗോഡ് അധ്യാപകനും ഗുരുവനായ സന്തോഷ് കുമാർ എന്റെ കല്യാണത്തിന് പഠനത്തിലാണ് പുള്ളി പറയുന്നത് 13 കഥകളിൽ എന്റെ 13 കഥകളിൽ കഥ വരുന്നത്, ഒരു നോവലിലും വരുന്നത്. അപ്പൊ ഇത് അതിനെ വായിച്ചു കേരളത്തിലുണ്ട്. അതിനെ വായിച്ചതുകൊണ്ട് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ പറയുമ്പോഴേക്കും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ പ്രകടിപ്പിക്കണം, പ്രകാശിപ്പിക്കണം. അല്ലാതെ നമുക്ക് ലോകമില്ല. എനിക്ക് അറിയാവുന്ന ലോകം അതേ ഉള്ളൂ. ഓരോ മനുഷ്യന്റെയും ആ ശൈലിയിലും എഴുത്തിലും ഭാവനയിലും സങ്കല്പത്തിലെല്ലാം അവനെ സൃഷ്ടിച്ച നാടിന് വലിയ പങ്കുണ്ട്. യേശുവിനെ കുറിച്ചുള്ള 4 സുവിശേഷങ്ങളുണ്ട്. ഈ 4 സുവിശേഷങ്ങളിലും പറയുന്ന ഒരേ കാര്യത്തിൽ തന്നെ യേശു ജനിച്ചു, മരിച്ചു, കുറെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഈ സുവിശേഷങ്ങൾ എഴുതിയ മനുഷ്യരിൽ തടാകത്തിൽ നിന്നാണോ വന്നത്, സമുദ്രത്തിൽ നിന്നാണോ വന്നത്, മലമുകളിൽ നിന്നാണോ വന്നത്, മരുഭൂമിയിൽ നിന്നാണോ വന്നത് എന്നതിനെ ആശ്രയിച്ച് അവരുടെ ശൈലികളും അവർ തിരഞ്ഞെടുക്കുന്ന ഉപമകളുമാണ്. അങ്ങനെ അത് ആ സംഭവം എന്ന് പറയുന്നത് ആ എഴുത്തുകാരെ സൃഷ്ടിക്കുന്നത് ആ ഇടങ്ങളാണ്. ആ ഇടങ്ങളിലൂടെ മാത്രമേ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് 3 പറമ്പിന് അപ്പുറത്തുള്ള കവലയിലേക്ക് പോകുമ്പോൾ ഞാൻ കാണുന്ന 10 മനുഷ്യരിൽ 8 പേരും അന്ന് കടലിൽ പോയിട്ട് നിങ്ങൾ വെയിലെന്നോ തിമിങ്ങലമെന്നോ പറഞ്ഞ ആ ജീവിയെ കണ്ട ആൾക്കാർ. കടലാന എന്ന് അവർ പറയുന്നുണ്ട്. കടലാന എന്ന് പറയാറില്ല, ആനയെന്ന് പറയും. ആനയ്ക്ക് അവര് നമ്മൾ പശുവിനെ നന്ദിനി എന്നോ
ആടിന് അമ്മണി എന്നൊക്കെ പേരുന്ന പോലെ അവർ ഈ പറയുന്ന കടലാനകൾ കേട്ടിട്ടുണ്ട്. ആ പേരാണ് കർമ്മച്ച്. കാരണം മിക്കവാറും തിമിംഗലങ്ങളുടെ മുതുക് മുകൾ ഭാഗം കറുത്തതും താഴെ അടിവേർ വെളുത്തതുമായിരിക്കും. ഉടനെ മിക്കവാറും കാണുന്നത് മുകൾ ഭാഗമായതുകൊണ്ട് അവര് പറയുന്നത് കർമ്മച്ചനാണ്. അപ്പൊ ഇങ്ങനെ എന്റെ വീടിന്റെ 2 വീടിന് അപ്പുറത്തുള്ള ഒരു ദിവാകരൻ ചേട്ടനെ പണ്ട് സ്രാവ് പിടിച്ചിട്ട് പോയത്. അപ്പൊ ഇങ്ങനെ ഉള്ള കഥകളാണ് ഞാൻ കുട്ടിക്കാലം മുതൽ കേട്ടത്. ആ കഥകളാണ് എന്നിലെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ തീരദേശത്തിന്റെ ഒരു വക്താവാക്കാൻ എന്നോട് പറയുന്നതും എന്നെ പ്രേരിപ്പിക്കുന്നതും അവിടെ നിന്ന് കിട്ടുന്ന കഥകളും അവിടെ നിന്ന് കിട്ടുന്ന ഉപമകളും വാക്കുകളും വാചകങ്ങളും കൊണ്ടാണ് ഞാൻ കഥ എഴുതുന്നത്. അത് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ജനിച്ചത് നേരത്തെ നമ്മൾ സോമസാറ് പറഞ്ഞ ഞാൻ ജനിച്ചത് അവിടേക്ക്. ഞാൻ വല്ല മലയോരത്താണെങ്കിൽ ഞാൻ കൃഷിയെക്കുറിച്ച് പറയും. ഇടനാട്ടിലാണെങ്കിൽ ഞാൻ തകഴിയെക്കുറിച്ച് പോലെ അല്ല അതുപോലെ എഴുത്തുകാരെ കിട്ടിയതുപോലെയൊക്കെയുള്ള കൃഷിയോ അല്ലെങ്കിൽ വിരിപ്പ മുണ്ടകനോ പുഞ്ചയെക്കുറിച്ചൊക്കെ പറയും. ഓരോ നാട്ടിലും ജനിച്ച മനുഷ്യന്റെ ഒരു സങ്കല്പങ്ങൾ അനുസരിച്ചും അവര് കിട്ടിയ അറിവുകളുടെയും ജ്ഞാനബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ എഴുതുന്നത്. നമ്മുടെ സ്വന്തം അധികം സമയത്തുകൊണ്ടാണ് ഈ കഥകൾ കൂടുതൽ പറയാത്തത്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് എനിക്ക് സോമസാറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ആത്മീയമോ വിശ്വാസപരമോ ആയ പ്രശ്നം ഈ കടലിലുമായിട്ടുള്ള അകൽച്ചയൊക്കെ ഉണ്ടോ? മലയാളി എന്തുകൊണ്ട് കടലിനെ അകറ്റി നിർത്തുന്നു? അല്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പതിത്വം അല്ലെങ്കിൽ ഇൻഫീരിയറാണ് അല്ലെങ്കിൽ മേച്ചമാണ്, തൊട്ടുകൂടായ്മയുണ്ട് എന്ന് പറയുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള വിശ്വാസപരമായ പ്രശ്നങ്ങളുണ്ടോ? ആത്മീയമായ പ്രശ്നങ്ങളുണ്ടോ? ദൈവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ എനിക്ക് ആഗ്രഹം. പ്രിയപ്പെട്ടവര്, വളരെ വിശദമായി സുഭാഷ് സാർ സംസാരിച്ചു. ഞാൻ വിചാരിച്ച ചോദ്യം ഞാൻ എന്റെ സംഭാവന എന്താണെന്ന് ചോദിക്കുന്നത് വിചാരിച്ച് അത് കുറച്ചുകൂടി ആഴത്തിലാണ് എന്നോട് ചോദിച്ചത്. ഏതായാലും ഞാൻ കടലോരത്ത് ജനിച്ചു, കടലിൽ കുളിച്ചു, കടലോരത്ത് കളിച്ചു, കടലോരത്ത് സ്കൂളിൽ പഠിച്ചു. അപ്പൊ നമ്മൾ എന്ത് വരച്ചാലും എന്ത് എഴുതിയാലും എന്ത് സങ്കല്പിച്ചു കഴിയുന്നു അതിന്റെ കടലിന്റെ ഒരു പ്രതീകമില്ലാതെ, കടലിന്റെ ഒരു ബിംബമില്ലാതെ, കടലിന്റെ ഒരു ഗന്ധമില്ലാതെ എം മാത്യൂസിന്റെ ഒരു നോവലിന്റെ പേര് കടലിന്റെ മണം എന്നാണ്. അദ്ദേഹത്തിന് കണ്ടതിനോട് കടലിന്റെ മണമില്ലാത്ത നോവൽ എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാന് കടലുമായി ബന്ധപ്പെട്ട 5-6 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തത് DC ബുക്സ് പുറത്തിറക്കിയ 52 കടൽ കവിതകളുടെ പുസ്തകം 2009 അതിന്റെ പേര് കരിമീൻ എന്നാണ്. അപ്പൊ മിക്കവാറും ആളുകൾ അതിനെ പറയുന്നത് കരിമീൻ എന്നാണ്. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടത്. കരിമീൻ എന്ന് പറഞ്ഞൊരു മീൻ എന്റെ നാട്ടിലുണ്ട്. അതിന്റെ സവിശേഷമായ സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കരിമീൻ കഴിച്ചിട്ടില്ലെങ്കിൽ ഈ സമുദ്രത്തിലെ ഏറ്റവും ടേസ്റ്റിയായ മീൻ നമ്മൾ കഴിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം. കാരണം അതിനെ മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ നെഞ്ചത്ത് ഒരു ചുവന്ന, ഞങ്ങളുടെ നാട്ടിൽ എണ്ണറെന്നൊക്കെ പറയും, ഒരു ചുവന്ന നെയ്യുണ്ടാവും. അത് നമ്മുടെ നാട്ടിലെ അമ്മമാരും ഉമ്മമാരും മാറ്റും. എന്നിട്ട് വറുത്തരച്ച തേങ്ങ ഇങ്ങനെ കറി ഇങ്ങനെ മിനുമിനിങ്ങനെ വരുമ്പോ അവസാനമാണ് അതിട്ട് ആ നെയ്യും കൂടി കൂട്ടിയിട്ട് ഒരു കപ്പ് കറി, ഒരു കഷ്ണം മീനും ഒരു കപ്പ് കറി എന്ന് വെച്ചാൽ ആ കറി ഒഴിക്കാണ്ട് ഒരു പിണ്ണം നിറച്ച് ചോറ് തിന്നാൻ പറ്റുന്ന രസത്തിന്റെ പരകൊടിക്കാണ്ട് കരിമീൻ കറി എന്ന് നമ്മുടെ നാട്ടിൽ പറയാറില്ല. ഒഴിച്ച കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ആ രുചി നമ്മുടെ തലയോട്ടിലേക്ക് ഒറ്റ പാച്ചിലായി, അത്ര ടേസ്റ്റിയാണ്. അപ്പൊ ആ മീനിന്റെ പേരിലാണ് കരിമീൻ, KANI, അല്ലാതെ കരിമീനല്ല, ആ കരിമീൻ. പക്ഷെ 2009 അതിൽ മുഴുവൻ കടൽ കവിതകൾ. അതിനുശേഷം നമ്മുടെ ഈ ഫോക്ലോർ പഠനത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ എന്താ പറയാ ഈ കടൽ വിജ്ഞാനം ഉണ്ടല്ലോ, ആ കടൽ വിജ്ഞാനത്തെ ചേർത്ത് വെച്ചുകൊണ്ട് കടൽ ഓർമ്മകൾ എന്ന് പറഞ്ഞ മത്സരത്തെ, ഇത് ആരുടെ എഴുത്താന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ സംശയിക്കാറുണ്ട്. കാരണം ഇത് പറഞ്ഞു തന്ന തീർത്ത് കടലോരത്തെ മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ അനുഭവജന്യമായ ആധികാരികതയോടെ പറഞ്ഞ കാര്യം ഞാൻ എന്റെ ഭാഷയിലേക്ക് അത് മാറ്റിയാണ്. അപ്പൊ ആരുടെ പുസ്തകമാണ്? ഞാൻ പറഞ്ഞത് എന്റെ പുസ്തകമല്ല അത്. ആ ഓർമ്മകളെ ഞാൻ ചേർത്ത് നിർത്തിയാണ്. അങ്ങനെ കടൽ കാലാവസ്ഥകൾ, കടൽ മീനുകള്, ഫിഷിംഗ് ടെക്നോളജി, പഴയ കാലത്തിലെ മീനൊക്കെ കൺസർവ് ചെയ്യുന്ന രീതികള്, ഓരോ മീനിനോടുള്ള വിശ്വാസക്കാർ. കാരണം ഈ ഇരിമീൻ എന്ന് പറഞ്ഞൊരു മീനുണ്ട്, ഈ കരിമീന്റെ വേറൊരു വർഗ്ഗക്കാരനാണ്. അപ്പൊ അതിന് എന്റെ നാട്ടിലൊരു വിശ്വാസം എന്താ വെച്ചാല്, എന്റെ അമ്മമാരൊക്കെ പറഞ്ഞു വെച്ചാൽ ഈ ഇരിമീനെ കഴിക്കുന്നേരം തിന്നുന്ന സമയത്ത് അന്തകൻ തലേന്റെ മേലെ വന്ന് നിൽക്കുന്നതാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടാണ് മനസ്സിലായത്, ആ മീനിന്റെ മുള്ളു മാത്രങ്ങൾ തൊണ്ടയിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് ഉരുകി പോവില്ല, അത് ആപൽക്കരമാണ്, മരണത്തിലേക്ക് നയിക്കുന്നത്. അത് സംരക്ഷിക്കപ്പെട്ടിട്ടാണ് ഈ ഇരിമീന്റെ കറി കൂട്ടുന്ന സമയത്ത് അന്തകൻ കാലൻ തലയുടെ മേലെ വന്നു നിൽക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട് കേട്ടോ.
ഇപ്പൊ നമ്മുടെ മയ്യപ്പയുടെ തീരങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാങ്കല്ല് മലയാളത്തിലെ 4 നോവലിൽ വെള്ളിയാങ്കല്ല് കടന്നു വരുന്നുണ്ട്. ഒന്ന് മയ്യപ്പയുടെ തീരങ്ങളാണ്, മറ്റൊന്ന് ചുവന്ന കടലാണ്, മറ്റൊന്ന് സമുദ്രശിലയിലാണ്, മറ്റൊന്ന് പുള്ളിൽ എന്ന് പറഞ്ഞ നോവലാണ്. 5ാമത്തെ നോവൽ പുറത്തിറങ്ങിയിട്ടില്ല. ആച്ചബിയുടെ കഥ എന്ന് പറയുന്ന മുനീർ അഹമ്മദ് നോവലും വെള്ളിയാങ്കല്ലുണ്ട് കേട്ടോ. ഒരു പാറ, വിശുദ്ധമായ പാറ കോഴിക്കോട് ജില്ലയിൽ നോക്കി കാണാൻ പറ്റുന്നത് മാഹിന്നല്ല, മുകുന്ദേട്ടന്റെ നാട്ടിലല്ല, അതിൽ ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്ന തിക്കോടി കടപ്പുറം എന്നാണ്. ആ പാറ വിശുദ്ധമായ സ്ഥലരാശിയായി 5 നോവലിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ആ കടലിനെ സവിശേഷമായിട്ട് ഈ നോവലിസ്റ്റുകളെ പരിഗണിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയല്ല തീരം തേടിയെത്തുന്ന തിരണ്ടുകൾ. ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട. നമുക്ക് 10,000 നിറഞ്ഞാൽ എന്താണ്, വിത്തായം ചെന്നാൽ 10,000 നിറയുന്ന പഴഞ്ചൊല്ല് എല്ലാവർക്കും അറിയാം. പക്ഷെ 2 കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട എന്നുള്ള പഴഞ്ചൊല്ല് ആർക്കും അറിഞ്ഞൂടാ. നമുക്ക് ശ്രീകൃഷ്ണ പരുന്തിനെ അറിയാം, പക്ഷെ കമല പരുന്തിനെ അറിഞ്ഞൂടാ. കേരളത്തിന്റെ തീരത്തെ ഐശ്വര്യത്തിന്റെ ചിഹ്നമായി ഒരു കാലത്ത് കരുതിയിരുന്ന കമലപ്പരുന്ത് അവസാനിച്ചു. 1 or 2 കുടുംബം മാത്രം കാസർഗോഡ് ഏതോ മരത്തിന്റെ മേലേട്ട് അവരും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പക്ഷിശാസ്ത്രകാരന്മാരൊക്കെ പറയുന്നത് പോലെ എന്താണ്, അതും അസ്തമിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാൽ ഇങ്ങനെ 2 പുസ്തകം, കടലോർമ്മകൾ, കടലിന്റെ കാണുന്ന പുസ്തകമുണ്ട്. 3ാമത്തെ പുസ്തകമാണ് പുള്ളിൻ എന്ന് പറഞ്ഞ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഞാൻ പലപ്പോഴും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കടലിന്റെ അനുഭവരാശി എഴുതിയിട്ടും അതെന്താണ്, അത് ഏതോ തരത്തിൽ നേരത്തെ പറഞ്ഞു എന്താ കടൽ നമുക്ക് പറ്റാത്ത എന്തൊരു സംഭവമാണെന്നുള്ള രീതിയിൽ അത് ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു രീതി ഒരു പക്ഷെ അതിൽ ഉണ്ടാവാൻ സാധ്യത. ആ നോവലിന്റെ അടിസ്ഥാനം എന്താ വെച്ചാല്, ഞങ്ങളിങ്ങനെ ഫോക്ലോറൊക്കെ പഠിക്കുമ്പോ നമ്മളെപ്പോഴും ദൂരത്താണ് നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുക. അന്നേരമാണ് ഞാനിങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യും, സർവകലാശാല പഠിപ്പിക്കുകയും ചെയ്യുന്ന കാലത്ത് റാഡ്ക്ലിഫ് ബ്രൗൺ എന്ന് പറഞ്ഞ വലിയ സൈദ്ധാന്തികനായ ആന്ത്രോപോളജിസ്റ്റും ഫോക്ലോറിസ്റ്റും അതുപോലെ ചരിത്ര പണ്ഡിതനായ റാഡ്ക്ലിഫ് ബ്രൗൺ ഒരു സ്ഥലത്ത് എന്നത്, നിങ്ങൾക്ക് അറിയാത്ത സ്ഥലത്ത് പോകരുത്, നിങ്ങൾ പണ്ഡിതനാണെങ്കിൽ, നിങ്ങൾ റിസർച്ച് ആണെങ്കിൽ പോകരുത്. കാരണം നിങ്ങൾക്ക് അറിയുന്ന സ്ഥലം നിങ്ങൾക്ക് 80% അറിയാം. അവിടെയും ജീവിതം ഉണ്ടല്ലോ, അവിടെയും പോക്കലുണ്ടല്ലോ, അവിടെ മനുഷ്യ ജീവിതം ഉണ്ടല്ലോ. ആ മനുഷ്യ ജീവിതത്തെ നിങ്ങൾ കളക്ട് ചെയ്യുക. അങ്ങനെ ഞാൻ അന്വേഷിക്കുന്ന ഭാഗമായിട്ടാണ്, ഞാൻ ചുരുക്കുകയാണ്, ഭാഗമായിട്ട് എന്റെ വീടിന്റെ അടുത്ത് 10 മിനിറ്റ് സഞ്ചരിക്കാൻ പറ്റുന്നത് ഒരു വേണോടൻ ഞാൻ പരിചയപ്പെടുകയാണ്. പല കുറിപ്പുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വേണോടൻ വെച്ചാൽ രാത്രി 7 മണിക്ക് പോകും ഒറ്റ തോണിയിൽ, തിരിച്ച് രാവിലെ 7 മണിക്ക് വരും. 12 മണിക്കൂർ കടലിലാണ്. എത്ര കൊല്ലം? ഇപ്പൊ അദ്ദേഹത്തിന് 75 വയസ്സായി. 74 വർഷക്കാലം, എന്താണ് ഏതാണ്ട് 14 വയസ്സിൽ പോന്ന 19 വർഷക്കാലം അദ്ദേഹം കടലിൽ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾക്ക് പേടിയാവൂലെന്ന് ചോദിച്ചു. ആദ്യത്തെ ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞ്, എനിക്ക് കടലിനെ പേടിയില്ല, കടലിനെ എന്നെ അറിയാം, എനിക്ക് കടലിനെ അറിയാം, കരയിലെ കുറച്ച് പേടിയില്ല, അടുത്ത നിമിഷം ആരെ അടിച്ചു കൊല്ലെന്ന് അറിഞ്ഞൂടാ, പക്ഷെ കടലിന് എനിക്ക് പേടിയില്ല, എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞത്. അടുത്തത് നിങ്ങൾക്ക് ബോറടിക്കലെന്ന് ചോദിച്ചു. എല്ലാം പോയല്ലേ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അത് കടലിൽ നിന്ന് കരയിൽ നിന്നുള്ള ചോദ്യമാണ്. കാരണം ഓരോ തിരയും വ്യത്യസ്തമാണ്, ഓരോ കടലാകാശം വ്യത്യസ്തമാണ്, ഓരോ ദിവസം എനിക്ക് വ്യത്യസ്തമാണ്. അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ ചുരുക്കാണ്. ഞാൻ ചില സമയത്ത് മീൻ വേട്ട വേഗം കഴിയും, പക്ഷെ കരയിലേക്ക് വരേണ്ടപ്പ കരയിലേക്ക് രാവിലെ വരേണ്ടത്. അപ്പൊ എന്ത് ചോദിച്ചാൽ ഞാനിങ്ങനെ ടൂറ് പോകും. കാരണം വടകര ഭാഗത്ത്, കോഴിക്കോട് ഭാഗത്തേക്കും അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തേക്ക് പോകും നേരം എന്താണ് ചില ദിവസങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക, ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വെക്കുന്നുണ്ടാവും, നക്ഷത്രത്തിൽ നിറഞ്ഞ ആകാശം ഉണ്ടാവും, മായികമായ അന്തരീക്ഷം ഉണ്ടാവും. ഈ ചന്ദ്രൻ നിലാവിന്റെ രശ്മികളൊക്കെ ഈ കടലിന്റെ തിരകളിൽ വീണിട്ട് വിഭ്രമാത്മക അവസ്ഥ ഉണ്ടാവും. ഈ പ്രകൃതി സൗന്ദര്യം കാണാൻ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. എന്റെ കടലോരം മുഴുവൻ ഉറങ്ങിക്കെടുക്കുമ്പോൾ ഈ പ്രകൃതി സൗന്ദര്യം കാണാൻ ഞാൻ ഒറ്റക്കല്ലേ എന്ന് അദ്ദേഹം ആകെ 4ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചുള്ളൂ. പക്ഷേ വലിയ വായനക്കാരൻ പറഞ്ഞ പോലെ, വലിയ എഴുത്തുകാരൻ പറഞ്ഞ ഒരു വാക്യം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നു. ഒരു ചൂണ്ടക്കുളത്ത് പോലെ എന്നെ പിടിക്കും. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഏകായിയുടെ മീൻവേട്ട എന്നൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിച്ചാൽ അത് പിന്നീടാണ് ഒരു നോവലായിട്ട് തീർന്നത്. 160 കഥാപാത്രങ്ങൾ, 90 മീനും എന്റെ കഥാപാത്രങ്ങളാണ്. അത് നമ്മുടെ അതിനെ പറ്റി നമുക്കറിയുന്ന മീനല്ല, നമുക്ക് അറിഞ്ഞുകൂടാത്ത, അങ്ങനെ മിന്നുന്നത് മീൻ എന്നൊക്കെ നമ്മൾ പേരിട്ടതുപോലെ വിചിത്രമായ അനുഭവങ്ങൾ, വിചിത്രമായ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, അതിലെ നാടോടി വൈദ്യം, നാടോടി ആയിട്ട് നമ്മുടെ കടലോരത്തെ ഭക്ഷണം മാത്രം എടുത്താൽ നമുക്ക് ആലോചിക്കാം. ഏതെങ്കിലും മത്തി, ഇവിടുന്ന് ചാടാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ മത്തി ഉണ്ടാവും. ആ മത്തിക്കറി മാത്രം നിങ്ങൾ എന്ത് ചെയ്യാ, ഈ ജില്ലകളിലൂടെ ഒക്കെ കടന്നുപോയി കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ രുചിയാണ്. ഏതായാലും വളരെ സന്തോഷം ഇത്ര നേരം വാക്കുകൾ ശ്രമിച്ചതിന്, എത്ര നേരം സഹിച്ചതിന്, എത്ര നേരം സ്നേഹിച്ചതിന്, ശ്രമിച്ചതിന്, സഹിച്ചതിന്, സ്നേഹിച്ചതിന്. കടലിന്റെ പേരിൽ, ഈ കടൽ വിശുദ്ധമായ കടലിന്റെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒന്ന്, ഈ കടൽ ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്. വളരെ സത്യമാണ്, കടൽ നമ്മുടെ സാഹിത്യത്തിൽ വന്നിട്ട് വളരെ സത്യമാണ്. പക്ഷെ എനിക്ക് സോമൻ കടലൂർ സാറിനോട് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം പേരുകൾ കടലുമായി ബന്ധപ്പെട്ട നോവലുകൾ പറഞ്ഞപ്പോൾ ചെമ്മീനെ പറ്റി പറഞ്ഞില്ല എന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഞാൻ ശ്രദ്ധിക്കാത്തായിരിക്കാം. ഒരുപക്ഷെ
അത് ഞാൻ ശ്രദ്ധിക്കാത്താവാം, ഞാൻ കേട്ടത് ഉണ്ട്. പക്ഷെ അത് വളരെ നല്ല കടലിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു നോവലായിരുന്നു. പിന്നെ അദ്ദേഹം ആ ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യം കൂടി, എന്തുകൊണ്ട് കടൽ ഇങ്ങനെയായി, കടൽ ഇങ്ങനെ അപ്രസക്തമായി, അല്ലെങ്കിൽ കടൽ എന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ദളിത് സാഹിത്യം വേണ്ടത്ര വന്നില്ല. മധ്യവർഗക്കാർക്കൊക്കെയാണ് കാല് നീട്ടിയിരുന്ന സാഹിത്യത്തെ കുറിച്ച്, സർഗാത്മകതയെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ സമയം ഈ പാവങ്ങൾക്ക് ഒരുപക്ഷെ അതിന് കഴിഞ്ഞു കാണത്തില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ സാഹിത്യം മലയാളത്തിൽ കുറഞ്ഞു പോയത് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാരണം ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള വെപ്രാളത്തിനിടയ്ക്ക് ഒരുപക്ഷെ അവർക്ക് ഇതിനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് സാന്ദർഭികമായി ഓർക്കുകയാണ്. അത്ര മാത്രമേ എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാം. ഇപ്പൊ എല്ലാ മേഖലയിലും IAS-കാരെ നമ്മളോട് നോക്കുമ്പോഴേക്കും വലിയ അറിവും വിദ്യാഭ്യാസവും പഠിക്കുന്നത്. അവരിൽ നിന്ന് എത്ര എടുത്ത് കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതം മലയാളത്തിലുണ്ട്. ഒരു മലയാളത്തിലുള്ള ആവശ്യമായിരുന്നു വല്ല വേറെ ഉണ്ടായിക്കണം. NGO-യുടെ ജീവിതം പറയുമ്പോഴേക്കും അവരും അറിവും വായനയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാ മേഖലയിൽ നിന്നും എഴുത്തുകാർ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കാനേ പറ്റും. എഴുത്തുകാർ സംഭവിക്കണം നിർബന്ധമില്ല. അത് വേറൊരു രീതിയിൽ ഒരു മനുഷ്യൻ ആയിത്തീരുന്നതിനാണ് എഴുത്തെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ വിനോദപ്രഭാവത്തോടെയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മനുഷ്യൻ അതിനുവേണ്ടി ത്യജിക്കുകയും ജോലി കളയുകയൊക്കെ ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട്. അങ്ങനെ ലീവ് എടുത്തും ജോലി കളഞ്ഞൊക്കെ ചെയ്യുമ്പോഴേക്കും അതിനുള്ള ആനുപാതികമായിട്ടുള്ള വരുമാനം കിട്ടാഞ്ഞിട്ട് പോലും ആ ആൾക്കാർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് അധികം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. രാത്രി ഒരു പ്രത്യേക സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എഴുന്നേക്കാൻ തോന്നും, എഴുതാൻ തോന്നും, വായിക്കാൻ തോന്നും. അപ്പൊ അങ്ങനെ അത് എല്ലാ മനുഷ്യരും ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കടുത്ത ഭയങ്കരമായ അധ്വാനമുള്ള മനുഷ്യർക്ക് അങ്ങനെ എഴുന്നേക്കാൻ പറ്റണമെന്നില്ല. നമുക്ക് ക്ഷീണം കൊണ്ട് ഉറങ്ങിയായിരിക്കും. അപ്പൊ IAS-കാർ എന്ന് പറയുന്ന വിദ്യാഭ്യാസമുള്ള മനുഷ്യരിൽ നിന്ന് പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മലയാറ്റൂർ രാമകൃഷ്ണനൊക്കെയാണ് നമുക്ക് മാക്സിമം പറയാൻ പറ്റുന്നത്. നമുക്ക് വേറെ ആൾക്കാർ പറയാൻ പറ്റും. അതുകൊണ്ട് പിന്നെ കർഷകത്തൊഴിലാളികളിൽ നിന്ന്, എത്തുകാരിൽ നിന്ന്, മീൻപിടുത്തക്കാരിൽ നിന്ന് ഒക്കെ എഴുത്തുകാരുണ്ടായില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ഉണ്ടാവണം നമുക്ക് ആഗ്രഹിക്കാനേ പറ്റും. ഉണ്ടാവണം എന്ന് നമുക്ക് ക്ഷണിക്കാൻ പറ്റും.